1 ലിറ്റർ ഡീസൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 35 മൈലേജ് വരെ കിട്ടും ഇതിന്. നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ കാറായിരുന്നു ഒരു കാലത്ത്. ഡീസലിൻ്റെ ഫ്ലോ പ്രോപ്പർ അല്ലെങ്കിൽ ഇതിലിങ്ങനെ പ്രസ് ചെയ്താണ് ഇത് പമ്പ് ചെയ്യുന്നത്. ഇത്രയും നോയ്സിയും വൈബ്രേഷനുമുള്ള ഒരു മാരുതി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മാരുതി വാനിനകത്ത് ഒരു ഡൈഹറ്റ്സുവിൻ്റെ ഈ എൻജിൻ സ്യൂട്ട് ചെയ്ത്, അതായത് മാരുതിയുടെ ഗിയർ ബോക്സിൽ സ്യൂട്ട് ചെയ്ത് വേണ്ടിയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഇപ്പം EVയുടെ ഒരു റെവല്യൂഷൻ നടക്കുന്ന ഒരു സമയമാണ് അല്ലേ. ICന്ന് EVസിലേക്ക് ഒരു ട്രാൻസിഷൻ ഒരുപാട് പേര് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, ഗവൺമെൻറ് അതിനായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കാലം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് 40 years ബാക്ക്. ഒരു ബിഗിനിങ് ഓഫ് 80s ഒരു റെവല്യൂഷനായിരുന്നു പാസഞ്ചർ കാർ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക്, റാദർ വെഹിക്കിൾസ് തന്നെ പെട്രോളിൽ നിന്നും ഡീസൽ. ആ കാലത്ത് വെഹിക്കിൾസിന് സബ്സിഡി വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1980 ഫസ്റ്റ് ഡീസൽ കാർ ഇൻ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്, അംബാസഡർ ഡീസൽ. അന്ന് ഡീസൽ അംബാസഡർ ലോഞ്ച് ചെയ്യുമ്പം ടാക്സി സെഗ്മെൻറ്റിന് സബ്സിഡിയൊക്കെ പ്രൊവൈഡ് ചെയ്തതാണ്. അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് ഡീസൽ എൻജിൻസ് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇമ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പല എൻജിൻസും അന്നത്തെ പാസഞ്ചർ കാർസിൽ ലീഗലി സ്വാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ അംബാസഡറിൻ്റെ കാര്യം എടുത്താൽ ഒരു എക്സാമ്പിൾ, അന്നത്തെ ഏറ്റവും കൂടുതൽ വോളിയം വിറ്റഴിച്ചിരുന്ന വാഹനം അംബാസഡർ ആയതുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. ഇപ്പോൾ അംബാസഡർ കാറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെറ്റഡോർ, ജയ, ഓട്ടോലാൻഡ് അങ്ങനെ പല എൻജിൻസും ഔട്ട് ഓഫ് മാർക്കറ്റ് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അംബാസഡറിന് വന്നിരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തന്നെ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വന്ന BMC എൻജിനാണ്. ഇത് മാരുതി 800, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ മാരുതി 800 പെട്രോളിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു മാരുതി 800 ഡീസലാണ്. എങ്ങനെ ഈ കാറ് ഡീസലായി? അതേപോലെ ഈ കാറിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ കാറായിരുന്നു ഒരു കാലത്ത്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. ഈ എൻജിൻ ഡയാറ്റ്സു നിർമ്മിച്ച എൻജിനാണ്. ഡയാറ്റ്സു എന്ന് പറയുമ്പം ശരിക്കും ടൊയോട്ടയുടെ ഒരു എക്കണോമിക് വേർഷനാണ്. ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു മാസ് മാർക്കറ്റ് പ്രൊഡക്റ്റാണ്. ഡയാറ്റ്സുവിൻ്റെ C സീരീസ് എൻജിനുണ്ട്. C സീരീസിൽ വരുന്നതാണ് CB, CD, CE, CL എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ എൻജിൻ CL സീരീസിൽ വരുന്ന 1 ലിറ്റർ എൻജിനാണ്. ഇൻലൈൻ 3 സിലിണ്ടർ. ജാപ്പനീസ് ആസ് ഓൾവേസ് എക്കണോമിക് ആസ്പെക്റ്റിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അന്നത്തെ കാലത്ത് ഡീസൽ എൻജിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. ഡയാറ്റ്സു ഷാരഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതി 800ന് ഈക്വലൻറ്റ്, ഓൾമോസ്റ്റ് ഈക്വലൻറ്റ് ഡയമെൻഷൻ ആയിരുന്നു. ദോ ഇറ്റ് വാസ് എ 3-door കാർ, 3-door ഹാച്ച് ബാക്ക് ആയിരുന്നു. ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ ഓണർ പറയുന്നത് ഈ എൻജിൻ സ്വാപ്പ് ചെയ്തതിന് ശേഷം 30+ കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം പെട്രോൾ പ്രൈസസ് നോക്കിക്കഴിഞ്ഞാൽ 24 rupees പെർ ലിറ്ററും ഡീസൽ ഏകദേശം 12 rupees പെർ ലിറ്ററും ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൂടാണ്ട് ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്കണോമിക്കൽ ഒരു വെഹിക്കിൾ തന്നെയായിരുന്നു ഇത്. പിന്നെ ടൊയോട്ടയുടെ എൻജിൻ എന്ന് പറഞ്ഞാൽ ആസ് ഓൾവേസ് റിലയബിൾ ആണ്. മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്താലും ഒരു പ്രശ്നവും വരാത്ത എൻജിൻസാണ്. ഇതും സിമിലർ ആ ഒരു ഡിസൈൻ തന്നെയാണ്. ടൊയോട്ടയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റിയുടെ അത്രയും പവർ ഔട്ട്പുട്ട് ചേൺ ചെയ്യാത്തതാണ്. ഇത് എക്കണോമിക് ആസ്പെക്റ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് തന്നെ 50 HP മാത്രമേ ഉള്ളൂ. അപ്പം അതിനേക്കാൾ കൂടുതൽ ഇതിന് പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും. 1994 എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞൊരു മക്കളുണ്ടായപ്പോൾ ഞങ്ങൾ ബൈക്കിലായിരുന്നു കൂടുതൽ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 4 വീൽ വണ്ടി വേണമെന്നുള്ള വിചാരം വന്നിട്ട് ഞങ്ങൾ ഒരു മാരുതി വാൻ സംഘടിപ്പിച്ചു. ആ മാരുതി വാനിനകത്ത് ഒരു ഡൈഹറ്റ്സുവിൻ്റെ ഈ എൻജിൻ സ്യൂട്ട് ചെയ്ത്, അതായത് മാരുതിയുടെ ഗിയർ ബോക്സിൽ സ്യൂട്ട് ചെയ്ത് വേണ്ടിയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. സെക്കൻഡ് ഹാൻഡ് കിട്ടിയത്, എൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ആ വണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു. കുറേയൊക്കെ റൈഡ് ചെയ്തപ്പോൾ അത് ഓൾട്രേഷൻ ചെയ്തുകൊണ്ട് എൻജിൻ
സീറ്റ് അല്പം ഉയരത്തിലായിരുന്നുകൊണ്ട് തല മുട്ടുമായിരുന്നു റൂഫിൽ. അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എഞ്ചിൻ ഓവർ ഹീറ്റും ചെയ്തു. ഓവർ ഹീറ്റായപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ എഞ്ചിനാണെന്ന് മനസ്സിലായി. ഈ എഞ്ചിൻ വിത്ത് ഗിയർ ബോക്സ് കിട്ടിയത് ഗിയർ ബോക്സ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി തന്ന ആളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആ ഗിയർ ബോക്സ് സ്യൂട്ട് ചെയ്തെടുത്തു. അത് ക്ലീൻ ചെയ്ത് ഈ എഞ്ചിൻ സ്യൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ മാരുതി 800 ബോംബെ എന്നൊരു കാർ വരുത്തി. ആ കാറിൽ ഈ എഞ്ചിൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യായിരുന്നു 94-ൽ. അങ്ങനെ 94 മുതൽ ആ വണ്ടി ഉപയോഗിച്ച് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അത് സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തത്. അതിൻ്റെ നമ്പർ KL4D6985 ആയിരുന്നു. അത് ഞങ്ങൾ ബോംബെയിൽ ഉപയോഗിച്ചു, മദ്രാസിൽ ഉപയോഗിച്ചു, ഗുജറാത്തിൽ ഉപയോഗിച്ചു. ഇങ്ങനെ പല സ്റ്റേറ്റ്സിൽ ഞങ്ങൾ മാറി മാറി ഉപയോഗിച്ചാണ് അവസാനം കേരളത്തിൽ കൊണ്ടുവന്ന് അത് സ്ക്രാപ്പ് ചെയ്തത്. പിന്നെ 1997-ലാണ് ഞങ്ങൾക്ക് ഈ വണ്ടിയും കൂടെ അഡീഷണലായിട്ട് കിട്ടിയത്. ഇതിൻ്റെ അന്നത്തെ ഓണർ ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ആൾ ഈ വണ്ടി സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു ഡീസൽ എഞ്ചിനുള്ള കാറുണ്ട് എന്ന് കണ്ടിട്ട് അവർ ഞങ്ങൾക്ക് ഈ വണ്ടി ഓഫർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ വണ്ടി ഞങ്ങൾ 2 വണ്ടിയും കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്തു. ഇതും എൻ്റെ ഒരു സ്നേഹിതനായ ബിജു എന്ന പേരോട് ബിജു മാത്യു, അദ്ദേഹത്തിന് ഈ വണ്ടി മോഹിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇന്ന് അദ്ദേഹം ഈ വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത്യാവശ്യം ലോങ് റൂട്ടൊന്നും ഓടുന്നില്ലെങ്കിലും ഈ സിറ്റി ടൗൺ റൈഡൊക്കെ അദ്ദേഹം വളരെ സുഗമമായിട്ട് വണ്ടി യാത്ര ചെയ്യുന്നു. AC ഇല്ലെന്നുള്ള കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നിലകളിലും വണ്ടി ഞങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു 15 വർഷമായി. 15 വർഷം ശേഷം ഇതുവരെയും ഇതിനൊരു പോർല് പോലും ഏറ്റിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ വ്യത്യസ്തതയെന്ന് പറയുന്നത് ഇത് ഒരു ഡീസൽ വണ്ടിയാണ്. അതായത് മാരുതി 800-ൻ്റെ ഡീസൽ നമ്മുടെ കേരളത്തിൽ കാണാനില്ല എന്ന് തന്നെ പറയാം. പിന്നുള്ളത് ഡീസൽ ഒരു 1 ലിറ്റർ ഡീസൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 35 മൈലേജ് വരെ കിട്ടും ഇതിന്. പിന്നെ പാർട്സ് നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിൽ കിട്ടാൻ. എനിക്ക് മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്നത് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത് ഈ വണ്ടിയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇനിഷ്യൽ പിക്കപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. സാധാരണ ഒരു ന്യൂ ജനറേഷൻ ഒരു കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ലോ ആൻഡ് ടോർക്കും ഉണ്ട്, നല്ല ഇനിഷ്യൽ പവറും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പെട്രോൾ മാരുതി 800 ഡ്രൈവ് ചെയ്യുന്നതിലും നല്ല സ്മൂത്താണ്. പക്ഷെ നമ്മളൊരു ഡീസൽ എൻജിൻ ഒരു മാരുതിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഭയങ്കര ഹെവിനെസ്സും ഒട്ടും സ്മൂത്ത് അല്ല എന്നാണ്. നല്ല സ്മൂത്താണ്, എൻജിനും സ്മൂത്താണ്, ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും എല്ലാം നല്ല സ്മൂത്താണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5+1 ഗിയറാണ്. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല പിക്കപ്പുമാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കുഞ്ഞൻ ഡീസൽ കാർ നിങ്ങൾക്ക് ഇഷ്ടമായോ? മാരുതി 800 ഇന്ത്യയുടെ ജനകീയ വാഹനം ഒരു ഡീസൽ അവതാരത്തിൽ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.